തിരുവനന്തപുരം നഗരൂരിൽ വൻ തീപിടുത്തം. നഗരൂർ MT കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. റിനു, ഇപ്പോഴും ആ തീ നിയന്ത്രണ വിധേയമാകാതെ അവിടെ തുടരുകയാണോ? എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ, റിനു? തീ പൂർണ്ണമായി കെടുത്തി എന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. വൈകുന്നേരം 5:30 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം കല്ലമ്പലം നഗരൂർ ജംഗ്ഷനിലുള്ള MT കോംപ്ലക്സിൽ തീ പടർന്ന് പിടിച്ചത്. ഒരു ജിംനേഷ്യവും അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, MG മാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റും പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. ഈ ജിംനേഷ്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് കാരണമാകാം തീ പടർന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ആദ്യം ഈ ജിംനേഷ്യത്തിലാണ് തീപിടുത്തമുണ്ടായത്. 2ാം നിലയിലാണ് ഈ ജിംനേഷ്യം പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് KSFEയുടെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഭാഗികമായി KSFEയുടെ ബ്രാഞ്ചിലും തീപിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ തൊട്ടടുത്തൊരു ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ഗ്യാസ് ഏജൻസിയുടെ അടുത്തേക്ക് തീ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഒരു ഭയാശങ്ക ഉളവാക്കിയത്. പക്ഷേ ഫയർഫോഴ്സ് കൃത്യമായി ഇടപെട്ടു. വർക്കലയിൽ നിന്നും ആറ്റിങ്ങയിൽ നിന്നും 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നൽകാൻ കഴിയുന്നത്. എന്തായാലും ഈ ഗ്യാസ് ഏജൻസിയിലേക്ക് തീ പടരാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 കടകൾ, ജിംനേഷ്യവും അതുപോലെ തന്നെ ഈ MT സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന MT മാർട്ടും പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 5:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. യെസ്, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.